ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. മുത്തുവിന് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഇന്ന് അടയായിട്ടുണ്ടാക്കിയത്. അപ്പോൾ ഉള്ളിൽ തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒഴിവുള്ള ദിവസമൊക്കെയല്ലേ നമുക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. കിട്ടിയാ എന്തായാലേ എവിടെ കാണാമല്ലോ. ആ വെള്ള പൂവിടണല്ലേ? അപ്പം ആ ചെടീൻ്റെ പറിക്കാന്നല്ലേ? തുമ്പാൻ ആ വെള്ള പൂവിടണല്ലേ? അതന്നെ. അപ്പൊ എന്ത് പറിച്ചാൽ മതി? ആ മണം. ഇതാരാ പറഞ്ഞേ? ഇല്ല, ഞാൻ ഇതിന്റെ ബാക്കിൽ പോയി നോക്കി. എന്താ പറയുക, മൂർച്ചല്ലല്ലോ അവരെ വീശിക്ക് നല്ല മൂർച്ചല്ലോ. കണ്ണിൽ കുത്തലട്ടാ. അത് നമുക്ക് ഏറ്റെടുത്തിട വേണമെങ്കിൽ അല്ല കസാര കയറിട്ട്. ഇരുമാമുളി താഴെ വീണോ? ചവിട്ടല്ലേ? ഇരുമാമുളി താഴെ വീണുണ്ട്, ചവിട്ടണ്ടാന്ന്. അതിപ്പോൾ പേടിച്ചിട്ട് പൂവിടൽ തുടങ്ങും. ആ എവിടെ? അത് അപ്പുറത്തേക്കല്ലേ പോണേ? ആണോ? മുട്ടടിച്ച് മതിയായി. പാവണ്ട് 2 ദിവസം കഴിഞ്ഞാൽ അത് പൂവിടുന്ന് പറയുന്ന നോക്കോ. നാള് ആ തേക്കിൻ്റെ അത് വീണപ്പോൾ വേഗം പൂവിട്ടു. ഇനി മതി. അപ്പോൾ നല്ല വെളിച്ചായി. അതാ ആ മാമണിൻ്റെ അടുത്താ ഒരെണ്ണതാ. ഒരെണ്ണന്നല്ല, പാവ ഇടക്കിടക്ക് 2-3 തരലുണ്ട്. വിളിച്ച ആ അല്ലെങ്കിലേ കത്തി പൊട്ടത്തി കണ്ട പിന്നെ കണ്ടതൊക്കെ മുറിച്ചിരുന്ന ആളും അതിനനുസരിച്ച് ഉമ്മേ അതിന് തറൊന്നുമില്ലാത്ത കേട്ടാ, വെറുതെ ഒന്ന് കട്ടിച്ചിട്ട്. അത് തേക്കാണ്. തേക്ക് ഭയങ്കര ഉറപ്പാ. നിന്റെ ഇറങ്ങിക്കാടുന്നു മതി. ആ ശരി എന്നാ തൂമ്പട്ടാറിയിക്കോ. കേസരിക്കാരെ കൂടെ പോയിക്കോ. എന്നോട് തലേദിവസം മുത്ത് കുറേ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്കിക്കാവിന്ന് മീൻ ഇതുപോലെ വില കുറവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രി 2-3 തരം മീനൊക്കെ മേടിച്ചുകൊണ്ടിരും കേട്ടോ. റേറ്റിനനുസരിച്ചിരിക്കും. കുറവുണ്ടെങ്കിൽ എന്തായാലും കുറച്ചധികം വാങ്ങിക്കും. അപ്പോൾ പിറ്റേ ദിവസം ലീവല്ലേ എന്ന് കരുതിയിട്ടോ. അപ്പോൾ കുറച്ചധികം വാങ്ങിച്ചു. കാരണം എല്ലാം കൂടി മുറിച്ചുണ്ടാക്കേണ്ട വെച്ചിട്ട് രാത്രിയാകുമ്പോൾ അത്ര അധികം ഒന്നും കൊണ്ടുവരാറില്ല കേട്ടോ.
അപ്പം ഞാൻ കുറേ ഉണ്ട് പിന്നെ അപ്പം ഞാൻ എന്താ കാട്ടി മുത്ത് പുറത്ത് വെറുതെ ചെയ്യുന്നതിനെ കൊണ്ട് ഈ ചെറിയ ചൂട പോലത്തെ ഇല്ല അപ്പം അത് ഞാൻ എടുത്തിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് മുറിച്ചു കേട്ടോ. എല്ലാം കൂടി മുറിപ്പിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ എന്നെ വന്നിട്ട് ചീത്ത പറയുന്നുണ്ട്, നിന്നോട് ആരാ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുറിച്ചിട്ട് അതിൽ കുറച്ച് കറിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി അങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് കായം വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അത് വന്നിട്ട് ബാക്കി വന്നിട്ട് മുത്ത് തന്നെ മുറിച്ച് തരാം കേട്ടോ. ചെറിയ അയില ഉണ്ടായിരുന്നു, പിന്നെ പുതിയാപ്പിളക്കോര ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി കൂടുതലുള്ള കാരണം മുത്ത് തന്നെ മുറിച്ച് കേട്ടോ. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഞാൻ അടുക്കളയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെയ്യും, എന്നിട്ട് പിന്നെ അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെ എൻ്റെ പണികൾ. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇത് ഞങ്ങൾ കിച്ചണിൽ ഒരു സൗണ്ട് കേട്ടോ, കറിയൊക്കെ വെക്കട്ടേച്ച് വന്ന് നോക്കിയപ്പോൾ നോക്കുമ്പോൾ ഒരു വലിയ അരണ ഇത്രയും വലിയ അരണൊന്നും എവിടുന്നാ വന്നതെന്ന് എനിക്കറിയില്ല. പുറത്ത് ഉണ്ടാവലുണ്ട്, പക്ഷെ അത് ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല. ഇതങ്ങനെ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ വന്നതാണെന്നാണ് തോന്നുന്നത്, അല്ലാണ്ട് ഇങ്ങനെ കിച്ചണിലൊന്നും ഇതുവരെ ഇത്രയും വലുതൊന്നും കീറിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പുറത്തേക്ക് പോകണ്ടേ, എനിക്കാണെങ്കിൽ ഭയങ്കര പേടി. അപ്പോൾ മൊത്തമൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, മോട്ടർ ശരിയാക്കാനുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുന്നോളം വാങ്ങാൻ പോയിക്കായിരുന്നു മുത്തു. അപ്പോൾ ആ സമയത്താണ് കേട്ടോ ഇത് വന്നപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ. അപ്പോൾ എനിക്കാകെ പേടി ഇതട്ടോ കടിച്ചിട്ടുണ്ടെങ്കിൽ. സംഭവം അരണ കടിക്കില്ല എന്ന് പറയുക, അരണക്ക് നമ്മളങ്ങനെ ആൾക്കാരത്ത് കടിക്കാൻ വരുമ്പോൾ അത് മറന്നു പോത്രേ. അരണബുദ്ധി എന്നൊക്കെ പറയില്ലുണ്ട് ചില ആൾക്കാരെ, അങ്ങനെ ഒരു കോമൺ വേർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പക്ഷെ എനിക്കിതിനെ ഇത് കണ്ടപ്പോൾ പേടി, ഇതെങ്ങാനും ഇതായാൽ കടിച്ചാൽ ഭയങ്കര വിഷമാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇതാണെങ്കിൽ പോകുന്നുമില്ല പുറത്തേക്ക്, എനിക്ക് എടുക്കാനും അതിനെ പേടി. ചെറിയ കുട്ടിയാരണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്നാലും എടുക്കാം. ഇത് എന്ത് വലുതാകുമ്പോൾ മേലേക്ക് ചാടുക, അങ്ങനെ അത് പോകാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിങ്ങനെ നീങ്ങി നിന്നിട്ടാണ് ഇങ്ങനെ അതിനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പുറത്തേക്ക് പോകാൻ അത് നമ്മളെക്കാളും പേടിച്ചിട്ട് നിൽക്കണം, പുറത്തേക്കുള്ള സ്ഥലമില്ല. അത് എന്നിട്ട് വന്ന സ്ഥലം നോക്കി ആ സൈഡിൽ വന്നിട്ട് ആ ഓപ്പൺ ജനലിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് അങ്ങോട്ട് ആളിറങ്ങിപ്പോയിട്ട് ഇതിന് സൈഡിൽ വന്നപ്പോൾ ഞാൻ വേഗം മുകളിൽ നിന്ന് ഭാഗത്തിന് കുറ്റിയിട്ടുണ്ടായിരുന്നില്ല, തുറന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് അത് തട്ടി കൊടുത്തപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വേഗം ജനലടച്ച്, എനിക്ക് പേടിയായി സത്യം പറഞ്ഞത്. ഇത് നല്ല ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഞാൻ എന്താ പറയുക, ഡോറ് അതിൻ്റെ ശേഷം ജനലുറക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ മുത്ത് വന്നപ്പോൾ പറഞ്ഞു കേട്ടോ, ഒരു വലിയ അരണ വന്നിട്ട് അപ്പം അരണല്ലേ ആണ്ട് പോവില്ലേ. പക്ഷെ ഇത്രയും വലുതാകുമ്പോൾ എനിക്ക് കാണുമ്പോൾ പേടിയാവും. മുത്ത് കുന്നോളത്ത് പോയിട്ട് വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മോട്ടർ നമുക്കിവിടെ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് ഹൗസ് കണക്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണക്ഷനാണെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, മോട്ടർ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കിണറുണ്ട്, ഇക്കട അവിടെ ആയിട്ട് കോർണറിൽ കിണറുണ്ട്. അപ്പം ഞങ്ങൾ 3 വീട്ടിലേക്ക് അത് തന്നെ എടുക്കണം. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ മോട്ടർ വെച്ചിട്ട് ഇതാവുള്ളൂ. അപ്പോൾ കംപ്ലൈൻ്റ് ആയപ്പോൾ കൊടുത്തതായിരുന്നു. അപ്പം അത് ഇപ്പം ഇനി വെള്ളത്തിനൊക്കെ നല്ല ആവശ്യമില്ല, കാരണം ഇനിയിപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളമൊന്നും പറ്റില്ല. അപ്പോൾ ഇതുവരെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുക പോലെ ഇനി പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ മോട്ടർ ശരിയാക്കിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ശരിയാക്കിയാണെങ്കിലും മുത്തുവിന് ഒഴിവുള്ള ദിവസം വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു ഒഴിവ് കിട്ടിയപ്പോൾ പിന്നെ അത് വിളിച്ചു പറഞ്ഞിട്ട് പോയിട്ട് മേടിച്ചു കൊടുത്താൽ. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതുപോലെ ആരുമില്ലല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഞാൻ തന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കാനുള്ളൂ, എടുത്ത് കൊടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ കുറേ മുന്നേ ഞങ്ങൾ സ്ഥിരം മോട്ടർ തന്നെ അടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഇല്ലാണ്ടപ്പോൾ പിന്നെ കുറേ വർഷമായില്ല. അപ്പോൾ അതിൻ്റെ കയറും കാര്യങ്ങളും ഒക്കെ വെയിലും മഴയൊക്കെ കൊണ്ട് ദ്രവിച്ച് പോയിക്കണം. പിന്നെ ഇപ്പോൾ കയറൊന്നും കാണുന്ന തന്നെയല്ല. മോട്ടറും അതിൻ്റെ ഊട്ടുകളും എല്ലാം ഒഴിവാക്കിയിട്ട് പൈപ്പ് മാത്രം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഓസ് മാത്രം. അതുകൊണ്ട് ഓസാണ് ശരിക്കും നമുക്ക് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഇതുപോലെ മേടിച്ചിട്ടാണ് ഒക്കെ കേടുവന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യലാണ്. എനിക്കങ്ങനെ കറി വെക്കാനും ചോറ് വെക്കാനും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ആരണയുടെ ഇത് കണ്ടത്. പിന്നെ മുത്ത് വന്നപ്പോൾ ഞാനവിടെ കുറച്ച് നേരമാണ് പോയിരിക്കുക ചെയ്ത്. എനിക്കൊന്നും ഇനി കുനിഞ്ഞ് നിന്നിട്ടൊന്നും ഒത്തു കൊടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ.
ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അതേ ഞാൻ കിച്ചണിൽ വന്നിട്ട് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചട്ടി വെച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ തക്കാളിയും സവാളയും ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മീൻ അയില കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തു. പിന്നെ കുറച്ച് അയിലയും പുതിയാപ്പിളക്കോരൊക്കെ പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കായം പറ്റിയൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ തേങ്ങ ബുദ്ധിമുട്ട്, ഇപ്പം എല്ലായിടത്തും തേങ്ങയുടെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മേടിക്കാന്ന് വെച്ചാൽ നല്ല റേറ്റാണല്ലോ. ഞാൻ ഒട്ടുമിക്ക വീഡിയോസ് കാണുമ്പോൾ അവരും ഈ തേങ്ങയുടെ മാറ്ററൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തേങ്ങയുടെ ക്ഷാമം, അതുപോലെ മേടിക്കാൻ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത്, ഇപ്പം അവിടെ തന്നെയാണ്, പിന്നെ മേടിക്കാൻ പറ്റുന്നില്ല, റേറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ എല്ലാവരും പറയുന്നുണ്ട് തേങ്ങ. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് മാത്രമല്ല അല്ലേ ബുദ്ധിമുട്ട് എന്ന്. അപ്പം നമ്മൾ തേങ്ങ ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറി വെക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാതും കൂടിയിട്ട് ഒന്നുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും സവാളയും വേപ്പരയും പച്ചമുളകും ഒക്കെ കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരുപാട് ഇങ്ങനെ നമ്മൾ കറി വെക്കാൻ വഴറ്റില്ലേ അതുപോലെ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ ഇത് വാടി കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ചിരുന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. കാരണം നമുക്ക് മിക്സിയിൽ ഇട്ടടിക്കാനാണ്. അപ്പോൾ ചൂട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്സി കേടുവരും. അപ്പം ഞാൻ ഒരു ഇത്തിരി നേരം അത് കണ്ടോ ഇതുപോലെ ഒന്ന് വാടിയതിന് ശേഷം കുറച്ചേരം വേറെ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സിയിലെടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ തേങ്ങ അടിച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആ ചട്ടി തന്നെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ, ഇപ്പോൾ ഇവിടെ കൂടുതലെപ്പോഴും ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ഓയിൽ തന്നെ കേട്ടോ കൂടുതൽ യൂസ് ചെയ്യുക. തൂമിക്കാൻ അങ്ങനെയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായിട്ട് നമുക്കതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മിക്സിയിൽ അടിക്കുന്നതിൽ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം അതൊരു കയ്പ്പ് രസമായിട്ട് ഫീൽ ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അടിക്കുന്നതിൽ ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഇങ്ങനെ ചട്ടി രണ്ടാമത് നമ്മൾ ഒന്ന് കറി ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, കാരണം ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ സവാള ചെറുതാക്കിയതിന് ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണമാണ്. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ചെറിയ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം അതിൽ അരക്കുമ്പോൾ ഒരിത്തിരി തണുത്ത വെള്ളമോ ചൂടാറിയിട്ടില്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സ് കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ശരിക്കും തേങ്ങ അരച്ചതിൻ്റെ ഒരു തിക്നെസ് നമുക്ക് കിട്ടും കേട്ടോ. നോർമലി ഒരു തക്കാളി സവാള വാട്ടിയിട്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ ഇത്രയും കട്ടിയായിട്ട് കിട്ടില്ല. പിന്നെ അയില പോലത്തെ കറിയൊക്കെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോഴല്ലേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മുത്തുവിന് മുളക് കറിയോടൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അധികം എരിവൊന്നും കഴിക്കില്ല ആൾ. അപ്പോൾ എപ്പോഴും തേങ്ങ അരച്ച കറിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു തേങ്ങ ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഉള്ളവർക്ക് പ്രശ്നമില്ല, ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മളിതുപോലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് വെച്ചിട്ടാട്ടോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഇപ്പോൾ കണ്ടിട്ട് നല്ല ശരിക്കും തേങ്ങ അരച്ചൊഴിച്ചിട്ട് അധികം തിക്നെസ് ഇല്ല. അപ്പോൾ അതൊന്നുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ചിലപ്പോൾ ഇതുപോലെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ തേങ്ങ അരച്ചിട്ട് വെക്കുമ്പോൾ മിക്കവാറും ഞാൻ കുടംപുളി ഇട്ട് കൊടുക്കണം, കാരണം കുടംപുളി ഉണങ്ങിയതുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പച്ച കുടംപുളി ഇല്ല, അത് ഞങ്ങളുടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കുറേയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഇവിടെ ഈ സീസണൊക്കെ ആകുമ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടില്ല, എനിക്ക് താത്താറെ വീട്ടിൽ നിന്നാണ് കിട്ടുക. എന്നാലും അവിടുന്ന് കൊടുന്നാലും ഇതുപോലെ ഞങ്ങൾ ഉപ്പിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ അത് നല്ല കറി ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ ഇല്ലാത്ത കാരണം പുളിവെള്ളം ഇട്ട് ഒഴിച്ച് കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഇപ്പം നമ്മളെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരിത്തിരി ഇതായതിന് ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ചെറിയ അയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇനി വറ്റിച്ചിട്ട് കറിയില്ലാണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഒരുപാട് വറ്റാവുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും കണ്ടില്ല, അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ട് കറിക്ക്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കറി വെക്കുന്നവരുണ്ടെങ്കിൽ ഇനി തേങ്ങ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ, വലിയ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻകറി ഇങ്ങനെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഇട്ട് തൂമിച്ച കാരണം കേട്ടോ. പിന്നെ ഞാൻ രാവിലെ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊടി ബാക്കിയായി, ഞാൻ ഉണ്ടാക്കിയ മിക്സ് തീർന്നു പോയിട്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം രാവിലെ എല്ലാവർക്കുള്ളത് മാത്രം ഉണ്ടാക്കി, പിന്നെ ബാക്കി പൊടിയുള്ളതല്ലേ എന്ന് കരുതി ഞാൻ അതോടെ വെച്ചിട്ടുണ്ടായിരുന്നു. പൊടി വൈകുന്നേരം എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ടുള്ള പിടി ഉണ്ടാക്കില്ലേ, അട എന്നല്ല പറയും, പിടി ഉണ്ടാക്കില്ല. അപ്പോൾ അതിൻ്റെ രൂപത്തിൽ ഒരു ചെറിയ കയ്യിൽ വെച്ച് ചെറിയ ഉരുളാക്കിയിട്ട് ഇങ്ങനെ ആവിയിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ പിടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മലപ്പുറംകാരുടെ ഒക്കെ ഒരു മെയിൻ ഐറ്റമാണ്. പക്ഷെ ഞങ്ങളവിടെയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ മധുരത്തിലൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അതെടുത്തിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ കോഴിയും പിടിയും വെക്കുക എന്ന് എങ്ങനെയാണെന്നുള്ളത് ഞാനിങ്ങനെയൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. വേറെ എല്ലാ മോഡലിലൊക്കെ നല്ല ഇതിലൊക്കെ ടേസ്റ്റിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഇത് ഞാനിവിടെ നമ്മളെ സൈഡിലുള്ള ഒരു ഗരം മസാലയുടെ ഒരു സ്മെല്ല് വരുന്ന ഒരു ചെടിയുണ്ട്. അപ്പോൾ അതെല്ലാവരും ലൈവിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇട്ടാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്നും കടലക്കറി വെക്കുന്നതിലും ബിരിയാണിയിലും അങ്ങനെ എന്തെങ്കിലും ഇറച്ചിക്കറിയിലൊക്കെ ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ നമ്മളെ പിടി ഉണ്ടല്ലോ, അത് ആവിയിൽ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അതിലിട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തന്നെയാണോ പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കെന്ന് വെച്ചാൽ ആ എണ്ണയിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ ആ എണ്ണയിൽ അതൊന്ന് കൊടുത്ത് ജസ്റ്റ് ചെറുതായിട്ടൊരു ഫ്രൈ ആയിന്ന് വരില്ലെന്നെങ്കിലും അതുപോലെ ഒന്ന് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ആദ്യം ഇട്ടിട്ട് ഇത് മിക്സാക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റതുപോലെ നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടില്ല എന്നുള്ള ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കോഴിയുടെ ചിക്കൻ്റെ അത് കുറച്ച് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോർമൽ തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് മസാല ഇട്ടിട്ട് നമ്മൾ വേവിക്കില്ലേ, സാധാരണ ചിക്കൻ കറി വെക്കില്ലേ, അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് ഇതിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിങ്ങനെ ആദ്യം വഴറ്റിയതുകൊണ്ടാണ് തോന്നുന്നത് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇതിലുള്ള ഒരിത്തിരി വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റിയേ കൊണ്ടു, പക്ഷെ അതൊരു തരി വേവിക്കുമ്പോൾ തന്നെ വറ്റും കേട്ടോ, തിളക്കുമ്പോഴത്തേന് തന്നെ. അപ്പോൾ നമ്മളെ കോഴിയും പിടിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്, നല്ല സ്മെല്ലുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആൾക്കാർ ആരെങ്കിലൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും മുത്തുവിൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് എന്നെ കിണറിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നേ ഇല്ല. പിന്നെ മോട്ടർ അവിടെ ഉണ്ടെങ്കിലും മോട്ടർ ഇടാൻ സ്വിച്ച് ഇടാനൊക്കെ മൂടായിട്ട് വരണ്ട. അപ്പോൾ ഞാനിവിടെ തന്നെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ബുദ്ധിമുട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടിയിട്ട് മിക്സാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയ ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.